സമരസഖാവിന് കേരളം മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യുകയാണ്. 3:20 സമയം 3:20 അദ്ദേഹം വിട പറഞ്ഞത് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി അധികൃതർ വ്യസനസമേതം അറിയിക്കുന്നത്. 3:20 VS-ന്റെ മരണം സംഭവിക്കുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നു കഴിഞ്ഞു. SUT ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ. VS അച്യുതാനന്ദൻ അന്തരിച്ചു എന്ന ഔദ്യോഗിക വിവരം ആശുപത്രി പങ്കുവച്ചു കഴിഞ്ഞു. കേരളമാകെ സഖാവ് VS-ന് വേണ്ടി മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് ഉയർത്തി അഭിവാദനം ചെയ്യുകയാണ്. കേരളത്തിന് നഷ്ടമായിരിക്കുന്നത് കൂരിരുട്ടിലെ ഒരു മിന്നാമിനിങ്ങിനെ പോലെ കേരളീയ മനസ്സുകളെ പ്രജ്വലിപ്പിച്ചിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ വിടവാങ്ങുകയാണ്. ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് അദ്ദേഹം അവസാനവും കാത്തു സൂക്ഷിച്ചു. സംസ്ഥാന സെക്രട്ടറി കേരളത്തിന്റെ രാഷ്ട്രീയ പരിച്ഛേദമാകെ SUT ആശുപത്രിയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കം. VS അച്യുതാനന്ദനെ കേരള കാസ്ട്രോ എന്ന് വിളിച്ചത് അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ സമരരൂപമായിരുന്നു VS. CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി SUT ആശുപത്രിയിൽ നിന്ന് സംസാരിക്കുകയാണ്. കേരളത്തിന്റെ വിപ്ലവ സൂര്യന് കേരളം വിട നൽകുകയാണ് നെഞ്ചോട് ചേർത്ത്. വിട്ടുവീഴ്ചയില്ലാത്ത സമരം, VS എന്നീ രണ്ട് വാക്കുകളെ അങ്ങനെ നമുക്ക് ചുരുക്കാം. കേരളത്തിന്റെ കാവലാൾ, കേരളത്തിന്റെ VS, പാവങ്ങളുടെ പടനായകൻ വിടവാങ്ങി. നിര്യാണത്തിൽ പാർട്ടിയും കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുജനങ്ങളും. MV ഗോവിന്ദനാണ് സംസാരിക്കുന്നത്. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ആ വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അണികളെ സംബന്ധിച്ച് VS ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ട വീര്യമാണ്. അത് ജീവിതത്തിലായാലും അദ്ദേഹം വയസ്സായ കാലത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ പൊരുതി മറികടക്കുന്നതിലായാലും ആ പോരാട്ട വീര്യം പ്രകടിപ്പിച്ച ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത്. അവിടെ ഇന്ന് രാത്രി തുടർന്നുള്ള നടപടിക്രമങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുകയാണ്. AKG സെന്ററിലായിരിക്കും, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ AKG സെന്ററിലായിരിക്കും VS-ന്റെ മൃതദേഹം SUT-യിൽ നിന്ന് അവിടേക്കായിരിക്കും കൊണ്ടുപോകുക. 1980 മുതൽ 91 വരെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു VS അച്യുതാനന്ദൻ. തുടർന്ന് 91 മുതൽ 96 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനുശേഷം നമുക്ക് അറിയാം 2001 മുതൽ 2006 വരെ വീണ്ടും പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദൻ. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് 2011 മുതൽ 2016 വരെ വീണ്ടും പ്രതിപക്ഷ നേതാവ്. യാത്രാമൊഴിയായിരിക്കും പ്രധാനമായിട്ടുണ്ടാകും. എല്ലാവരെയും അവിടെ പൊതുദർശനത്തിന് അനുവദിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നാഷണൽ ഹൈവേ വഴി ആലപ്പുഴയിലേക്കാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ രാത്രിയാവുമ്പോൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകുന്ന വഴികളിലെല്ലാം പ്രിയ സഹാബിനെ ഒരു നോക്ക് കാണുന്നതിന് ആളുകൾ തടിച്ചുകൂടും എന്നുള്ളതുകൂടി കണക്കെടുത്തിട്ടാണ് രാത്രിയാവുമ്പോൾ വീട്ടിലെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റന്നാൾ രാവിലെ അവിടെ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും പിന്നീട് പൊതുദർശനത്തിനും അനുവദിക്കും. ഉച്ചയ്ക്ക് ശേഷം നമുക്കെല്ലാം അറിയുന്നതുപോലെ ആലപ്പുഴ ഉടുകാടിൽ ശവനമസ്കാരം നടത്താനാണ് ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുന്നു. മറ്റന്നാൾ വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 1946 പുന്നപ്ര വയലാർ
സമരത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ ഭാഗമായി എല്ലാവിടെയുമുള്ള പതാകകൾ താഴ്ത്തിക്കെട്ടാനും വൃക്ഷാചരണം നടത്താനും ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നുകൂടി വിശദമായിട്ട് ആലോചിച്ച് ദുഃഖാചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിക്കുക. അവിടെ രാത്രിയിലും പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. നാളെ ഉച്ചവരെ അവിടെ പൊതുദർശനമുണ്ടാകും. ശേഷം ആലപ്പുഴയിലേക്ക് നാഷണൽ ഹൈവേ വഴി കൊണ്ടുപോകും. അവിടെ വീട്ടിലേക്ക് എത്തിക്കും. മറ്റന്നാൾ ഉച്ചവരെ ജില്ലാ ഓഫീസിലാണ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഓഫീസിലാണ് മറ്റന്നാൾ ഉച്ചവരെ പൊതുദർശനം ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാടിലാണ് അദ്ദേഹത്തിന് സംസ്കാരം ഒരുക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കുവച്ചത്. ഏറെക്കാലങ്ങളായി അദ്ദേഹം ഗുരുതരമായ ആരോഗ്യാവസ്ഥയെ നേരിടുകയായിരുന്നു. പക്ഷേ എങ്കിലും പലപ്പോഴും വളരെ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് പോലും അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ പോലും ആ പോരാട്ട വീര്യം അതുപോലെ നിലനിർത്തിയ ഒരു മനുഷ്യനാണ് VS അച്യുതാനന്ദൻ എന്നതിൽ തർക്കമില്ല.